ഗുഡ് ഈവനിങ് ആൾ. നമസ്കാരം. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 3rd January 2025. ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലായിരുന്നു. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,005 184 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത്. 0.76% കുറവിലാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും 617 പോയിൻറ്റിൻ്റെ കുറവാണ് കമ്പാരിറ്റീവ്ലി ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ 51,606 ആയിരുന്നത് ഇന്ന് 50,989 എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് 100 57,931 ക്ലോസ് ചെയ്തപ്പോൾ 177 പോയിൻറ്റിൻ്റെ കുറവ് വന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ് 19,034 ക്ലോസ് ചെയ്തപ്പോൾ ഇന്നലത്തേതിൽ 19080 ആയിരുന്നു, 47% കുറവ് വന്നു. ഇന്ത്യ വിക്സ് ഒരു ചെറിയ മൂവ്മെൻറ്റാണ് എല്ലാം ക്ലോസ് ചെയ്തത്, 13.54. സെൻസെക്സും ഇന്ന് ഓൾമോസ്റ്റ് 1% കുറഞ്ഞാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 721 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി. ഇന്ന് പ്രധാനമായിട്ട് DIയുടെ ആക്ടിവിറ്റി നോക്കുമ്പോൾ അവർ നെറ്റ് ബയേഴ്സ് 821 ആയിരുന്നു. FII ഇന്ന് സെല്ലിംഗ് മോഡിലേക്കാണ്, വലിയൊരു എമൗണ്ടിലായിട്ടാണ് 4227 എന്ന സെല്ലിംഗ് മോഡിലായിട്ട് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് NSE നോക്കിക്കഴിഞ്ഞാൽ ONGC 5.11%, ടാറ്റ മോട്ടോഴ്സ് 3.13%, SBI ലൈഫ് 1.95%, ടൈറ്റാൻ 1.80%, നെസ്ലെ ഇന്ത്യ 1.40%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.39%, ബ്രിട്ടാനിയ 1.09%, ടാറ്റ കൺസ്യൂമർ 0.68%, റിലയൻസ് 0.65%, HDFC ലൈഫ് 0.62%. ഇന്നത്തെ ടോപ്പ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ 1.26%, അപ്പോളോ ഹോസ്പിറ്റൽ 1.37%, TCS 1.89%, ഹീറോ മോട്ടോകോപ്പ് 1.66%, L&T 1.44%, HDFC ബാങ്ക് 2.53%, അൾട്രാസിമെന്റ് 0.36%, ട്രെൻഡ് 0.50%, ടെക്കം 2.11%, അദാനി എൻ്റർപ്രൈസ് 1.37%ൻ്റെ കുറവാണ് ഇന്നലത്തെ ഡേറ്റയെക്കാട്ടി വന്നിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ടും നമ്മുടെ നിഫ്റ്റിയിലെ ഈ ഒരു മാസത്തെ, അതായത് ജാനുവരി 2025 ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ 23,742 ജാനുവരി 1 ഉണ്ടായിരുന്നത്. ഇന്നത് ക്ലോസ് ചെയ്തപ്പോൾ 24,004 ആയിരുന്നു. ഒരു 1.10% ഗെയിനാണ് നിഫ്റ്റിയിൽ ഈ വർഷം, അതായത് 2025 വന്നിട്ടുള്ളത്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയിലെ ഈ വീക്കിൻ്റെ ചാർട്ടാണ്. മൺഡേ ഇത് 23,644 ആയിരുന്നു. ട്യൂസ്ഡേയും ഓൾമോസ്റ്റ് സെയിം രീതിയിൽ ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,742, തേഴ്സ്ഡേ 24,188 ആയെങ്കിൽ ഇന്ന് ഫ്രൈഡേ 24,004 ക്ലോസ് ചെയ്തു. ഒരു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നടന്നത് കാരണമാണ് കുറഞ്ഞത്. ഇന്നത്തെ ഗെയിനേഴ്സ് ആൻഡ് ലോസസ് നോക്കിക്കഴിഞ്ഞാൽ NSEയിൽ 1470 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1349 കമ്പനികൾ റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തത് 1824 കമ്പനിയായിരുന്നു. 997 കമ്പനീസ് ആയിരുന്നു പ്രീവിയസ് ഡേയിൽ റെഡിൽ ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഒരു മിക്സഡ് പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഓട്ടോ 11.20 പോയിൻറ്റിൻ്റെ ഇടിവ്, നിഫ്റ്റി IT 635 പോയിൻറ്റിൻ്റെ ഇടിവ്, നിഫ്റ്റി PSU ബാങ്ക് 20 പോയിൻറ്റിൻ്റെ ഗെയിൻ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 271 പോയിൻറ്റിൻ്റെ ഇടിവ്, നിഫ്റ്റി ഫാർമ 289 പോയിൻറ്റിൻ്റെ ഇടിവ്, നിഫ്റ്റി FMCG 145 പോയിൻറ്റിൻ്റെ ഗെയിന് കിട്ടിയെന്ന്, നിഫ്റ്റി മെറ്റൽ 6.6%ൻ്റെ ഗെയിൻ, നിഫ്റ്റി റിയാലിറ്റി 6.55%ൻ്റെ കുറവാണെന്നുണ്ടായത്, പോയിൻറ്റിൻ്റെ കുറവാണെന്നുണ്ടായത്, നിഫ്റ്റി മീഡിയ 31.15 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി, നിഫ്റ്റി എനർജി 178 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 26 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായത്,
നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 175 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് ഗെയിനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 137 പോയിൻറ്റ്സ്. മിക്സഡ് ആയിട്ടാണ് ഇന്നത്തെ മറ്റുള്ള നിഫ്റ്റിയുടെ സെക്ടർ വൈസായിട്ടുള്ള ഉണ്ടായിരുന്ന പ്രതികരണങ്ങളുണ്ടായിരുന്നത്. ഈ ആഴ്ചത്തെ വരുന്ന ഇവൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, Q3 റിസൾട്ട് സമയമാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പല Q3 റിസൾട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് പൊതുവേ സെറ്റിൽമെൻറ്റ് ഡേ ആണ്. സെറ്റിൽമെൻറ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പൈസകൾ യൂസ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യും. ഇത്ര രൂപയെന്നൊന്നുമില്ല, എത്ര രൂപയായിരുന്നാലും എന്താണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന കാശ് നമ്മൾ തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇന്നും നാളെയായിട്ട് ഏജൻസ് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അതോടെ ഇന്നത്തെ നല്ലൊരു ആഴ്ച ആയിരുന്നു. പൊതുവേ നിഫ്റ്റിയെല്ലാം ഒരു ചെറിയ ഗെയിൻ ഉണ്ടാക്കി. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ലതുപോലെ പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നന്ദി.